പാർത്ത 45 കുടുംബങ്ങളിൽ നിന്ന് 150ഓളം ആളുകൾ മുസ്ലിം മതം ഉപേക്ഷിച്ചുകൊണ്ട് ഹിന്ദു മതത്തിലേക്ക് വന്നിരിക്കുന്നു. അതിലവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം മുസ്ലിം സമുദായത്തിൽ ചില സ്വാതന്ത്ര്യമില്ലായ്മ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യത്തോടെ ഇനിയുള്ള കാലം ജീവിക്കണമെന്ന് കരുതിയാണോ ഇവരൊക്കെ ഹിന്ദു മതത്തിലേക്ക് എത്തുന്നത്? അങ്ങനെയും പറയാം. പക്ഷെ അതിലൊക്കെ അപ്പുറത്തേക്ക് അവർ യഥാർത്ഥത്തിൽ അവരുടെ ഹിന്ദുത്വ ബോധം സനാതന അവരുടെ ജീനിലുള്ളത് സനാതന രക്തമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇവരുടെ മുൻ തലമുറക്കാരെല്ലാം ഹിന്ദുക്കളായിരുന്നു. അങ്ങനെ ഹിന്ദുക്കളായിരുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന മുഗൾ ഭരണകാലഘട്ടത്തിൽ ചില അറിയാമല്ലോ, മുഗൾ ഭരണകാലഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ മനോഹാരിതമായ ശില്പചാരുതകളെ അല്ലെങ്കിൽ ശില്പനിർമ്മിതികളെ പറ്റിയൊക്കെ പഠിക്കുകയും അവരുടെ അവർ എന്തൊക്കെ രാജ്യത്തിന് വേണ്ടി ചെയ്തു എന്നൊക്കെ പഠിക്കുന്ന സമയത്ത് അവരെന്തൊക്കെ വൃത്തികേടുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പഠിപ്പിക്കുന്നില്ല. കാരണം നല്ലത് ചെയ്താൽ നല്ലതെന്നും മോശം ചെയ്താൽ മോശമെന്നും പറയണമല്ലോ. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇവിടെ ആരെയും പഠിപ്പിക്കുന്നില്ല. നമ്മൾ എന്താ കേൾക്കുന്നത്? നമ്മൾ കേൾക്കുന്നത് ഈ പറയുന്ന പോലെ ഷാജഹാൻ മുംതാസിന് വേണ്ടിയിട്ട് താജ്മഹൽ പണിതു, ആഗ്ര കോട്ട, പിന്നെ അതുപോലെ തന്നെ അക്ബർ ചക്രവർത്തിയുടെ കഥകൾ, ഇത്തരത്തിലുള്ള മനോഹരമായ ഔറംഗസീബിൻ്റെ കഥകൾ, അങ്ങനെ ഇതൊക്കെയാണ് അത് വീരകഥകളാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഇവരുടെ കാലഘട്ടത്തിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ പലരും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ഹിന്ദു പോലും ഇന്നിവിടെ ജീവിച്ചിരിക്കില്ലല്ലോ എന്ന്. വെറുതെയാണ്. കാരണം അത്രയ്ക്കധികം ഹിന്ദു ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകളെ ഒന്നും കൊന്നൊടുക്കാൻ ആർക്കും പറ്റില്ല, ഇവരെ തറക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുഗൾ ഭരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ദക്ഷിണേന്ത്യൻ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നില്ല എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അപ്പം മുഗൾ ഭരണ കാലഘട്ടത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ നിർബന്ധപൂർവ്വം മതം മാറേണ്ടി വന്ന ഒരു കുടുംബം, ഒരുമിച്ച് മതം മാറേണ്ടി വന്ന കുടുംബമാണ്. അങ്ങനെ മതം മാറേണ്ടി വന്ന കുടുംബം വളരെ വേദനയോടുകൂടിയാണ് ആ മുസ്ലിം സമുദായത്തിൽ നിന്നത്. എല്ലാവരുമല്ല, ആ സമയത്തെ ആളുകൾ. പക്ഷെ അതിൽ ഇവരുടെ ഒരു മുൻതലമുറക്കാരനായിട്ടുള്ള ഒരാൾക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഈ മതത്തിലേക്ക്, അതായത് ഹിന്ദു സനാതന ധർമ്മത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ഭക്തനായിരുന്നു. പക്ഷേ രക്ഷയില്ലാത്തത് കൊണ്ട് മാത്രം ഈ പറയുന്ന ഇസ്ലാമികമായ നിയമങ്ങളിലൂടെ ജീവിച്ചു എന്നുള്ളതാണ്. ഞാൻ പറയാം, ധന്യയ്ക്കും എനിക്കുമൊക്കെ മതം അല്ലെങ്കിൽ ഓരോ റിലീജിയസ് ആയിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്. ഞാൻ മതപരമായ കൺസെപ്റ്റുകൾ അംഗീകരിക്കുന്ന ആളല്ല, എങ്കിൽ പോലും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ ഉണ്ട്. അവനവൻ്റെ മതത്തിൽ തന്നെ ജീവിച്ച് മരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. ആരും അവരെ നിർബന്ധിച്ചു മതം മാറ്റരുത്. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഇവർക്ക് എന്ത് വരുന്നത്, ഈ പറയുന്ന പോലെ ഒരു നിർബന്ധപൂർവ്വം മതത്തിൽ നിന്ന് മാറേണ്ടി വരുന്നത്. അങ്ങനെ മാറേണ്ടി വന്നതിൻ്റെ ഒരു വലിയ വിഷമത്തിൽ അവരിങ്ങനെ നിൽക്കുകയും കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഹിന്ദു മതത്തിലോട്ട് മാറാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഉത്തർപ്രദേശിൽ നിരന്തരമായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല ആളുകളും ഇത്തരത്തിലുള്ള ഇസ്ലാമിലോട്ട് പരിവർത്തനം ചെയ്യപ്പെട്ട ആളുകൾ ഇപ്പം തുടർച്ചയായി ഹിന്ദു മതത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഹിന്ദു മതത്തിലേക്ക് വരുന്നതിനെ എതിർക്കാൻ വേണ്ടി ചില സംഘടനകൾ രംഗത്തുണ്ട്. ഇവർ പലതരത്തിലുള്ള ഭീഷണികളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. പല കാര്യങ്ങൾ ഇവരെ സാമൂഹികമായി ഒറ്റപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഭരിക്കുന്നത് യോഗിയാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അവിടെ ഭരിക്കുന്നത് യോഗിയാണ്, BJPയുടെ ഗവൺമെൻറ്റാണ്. വളരെ കൃത്യമായി ഇത്തരത്തിൽ സ്വധർമ്മത്തിലേക്ക് വരേണ്ട ആളുകൾക്കൊക്കെ വളരെ വലിയ സഹായം അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഏറ്റവും അവസാനം സംഭവിച്ചത് ഒരു വൃദ്ധ, അതായത് അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വൃദ്ധ മരണപ്പെടുന്നു. അവരുടെ ആഗ്രഹപ്രകാരം അവർ പൂർണ്ണമായിട്ട് ഈ അവരുടെ ചിതാഭസ്മം ഗംഗയിൽ നിമഞ്ജനം ചെയ്യുകയും അതോടൊപ്പം ഗംഗയിൽ അതിന് വേണ്ട മറ്റ് ബലികർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി അവർ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തു, അതോടൊപ്പം തന്നെ അവർ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരികെ വന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 150ഓളം ആളുകളാണ് ഈ പറയുന്ന നമ്മുടെ സനാതന ധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അവിടെ പല പ്രശ്നങ്ങളുണ്ട്. ഈ സനാതനത്തിൽ വിശ്വസിച്ച ഒരാൾക്ക് ഒരു സെമറ്റിക് മതങ്ങളിൽ എങ്ങനെ നിൽക്കാൻ കഴിയും എന്നൊരു ചോദ്യമുണ്ട്. അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമുണ്ട്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, വിഷയങ്ങളുണ്ട്. ഇപ്പം ഞാനത് പറയാനുള്ള കാരണം, ധന്യ ഇന്ന് ക്ഷേത്രത്തിൽ പോയോ? പോയിട്ടില്ല. നമുക്ക് നിർബന്ധപൂർവ്വം ക്ഷേത്രങ്ങളിൽ പോകണമെന്നൊരു ഫത്വ ആരെങ്കിലും പുറപ്പെടുവിക്കാറുണ്ടോ? ഏതെങ്കിലും ഒരാൾ ഇപ്പം ധന്യ വന്ന് നീ എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ പോയില്ല, അല്ലെങ്കിൽ ഇന്ന് ഏകാദശി വ്രതമാണ് നീ എന്തുകൊണ്ട് ഏകാദശി വ്രതം എടുത്തില്ല എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ആരും ചോദിക്കാറില്ല. നമ്മൾ സ്വമേധയാ അത് കണ്ട് മനസ്സിലാക്കി നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. എന്നാൽ പോലും ഇതൊന്നും എടുത്തില്ലെങ്കിൽ പോലും ആ ഒരു വിശ്വാസം അവിടെ അചഞ്ചലമായി നിൽക്കുന്നുണ്ട്. പക്ഷെ സെമറ്റിക് മതങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള ക്ലാസ്സുകൾ, നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനാ പരിപാടികൾ, നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ
മുടക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അവർക്ക്. ഇപ്പം കുറേ മാറിയെങ്കിൽ പോലും ഇപ്പോഴും വലിയ തരത്തിൽ അത് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് സെമിറ്റിക് മതങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ എന്താണ് ഭാരതീയ കൺസെപ്റ്റിൽ സനാതനത്തെ പറ്റി പറയുമ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റേ ഇല്ല. പല വഴികൾ പല തോടുകളായി ഒഴുകി ഒരു ഒരു അരുവിയിൽ ഒത്തുചേരുന്ന പോലെ അല്ലെങ്കിൽ ഒരു കടലിൽ ഒത്തുചേരുന്നത് പോലെ ആണ് ഈ പറയുന്ന സനാതനം എന്ന് പറയുന്നത്. പല കൈവഴികളായിട്ട് ഒഴുകിയിട്ട് ഒരു സങ്കല്പത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഹിന്ദുത്വത്തിലേക്ക് അല്ലെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് വരികയും അവരുടെ ആഗ്രഹം അവർ സഫലമാക്കി എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ കുടുംബത്തിലുള്ള ആളുകൾക്കല്ല, ഒരാളെപ്പോലും, അതായത് ആ കുടുംബത്തിൽപ്പെട്ട ഓരോ ആളുകളെയും കണ്ട് നിങ്ങൾക്കിതിൽ നിന്ന് ഇപ്പം 150ഓളം ആളുകൾ എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല. മാത്രവുമല്ല ഇസ്ലാമിക് കൾച്ചർ ഇവരുടെ മക്കൾക്കൊന്നും ചിലപ്പോൾ ഇത് അറിയാൻ സാധ്യതയില്ലല്ലോ. നമ്മൾ മറ്റേ എന്താ പറയുക ഹിന്ദു ധർമ്മത്തിൽ നിന്ന് വന്നവരാണ് എന്നൊന്നും ചിലപ്പോൾ പറയാൻ അവർക്ക് അറിയണമെന്നില്ല. അവർ വളർന്നത് ആ ഇസ്ലാമിക് കൾച്ചറിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിൽ തന്നെ നിൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം മാറിയാൽ മതി എന്ന നിലപാടെടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. അപ്പോൾ അതിൽ ആ കുടുംബത്തിൽ 150 പേരും മാറാൻ തയ്യാറായി എന്നുള്ളതാണ്. അങ്ങനെ 150 പേരും മാറി അവർ ഇവിടെ അവരുടെ പാരമ്പര്യമായ ചടങ്ങുകളൊക്കെ നടത്തി കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇത് കേൾക്കുന്ന സമയത്ത് പലരും പറയും അത് ഓക്കെ, പിന്നെ ഇത് മതപരിവർത്തനമാണ്, അങ്ങനെയാണ്. പിന്നെ അതിനൊരു പേര് തന്നെ ഉണ്ടായിരുന്നു, എന്നോട് പേര് മറന്നുപോയി. അതായത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുക എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ടൊരു കാര്യങ്ങളൊക്കെ ചില സംഘടനകളൊക്കെ ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ അതല്ല സംഭവം. യഥാർത്ഥത്തിൽ ഇത് ഒരു തരത്തിലുമുള്ള പുറകിൽ നിന്നുള്ള പിന്നെ ഏതെങ്കിലും തരത്തിൽ അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ടോ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ചെയ്തതല്ല. അവർ സ്വമേധയാ തന്നെ വരുന്നതാണ്. അപ്പം ഉത്തരേന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ ആളുകളും, അതായത് അവർക്കൊരു അനുകൂലമായ സാഹചര്യം കിട്ടി. കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ നമുക്കറിയാം. ഇതിൽ വേറൊരു കാര്യം കൂടെ, ഒരു മിനിറ്റ് ഇടപെട്ടതിൽ ക്ഷമിക്കാം. ഇതിൽ വേറൊരു കാര്യം, ഹിന്ദുമതത്തിലേക്ക് വരുന്നവരെ ആരും പിന്നെ മറ്റേ സിറിയയിലേക്ക് ആടുമേക്കാനൊന്നും കൊണ്ടുപോകാറില്ല. അവരൊക്കെ ഇവിടെ തന്നെ ആ മതത്തിലേക്ക് വന്ന് അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വന്ന് അതിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. മറ്റു പല മതക്കാരും ഹിന്ദുക്കളെ അവരുടെ മതത്തിലേക്ക് കൊണ്ടുപോയി ആ മതത്തിൻ്റെ വിഷം, നല്ല കാര്യങ്ങളല്ല, വിഷം മുഴുവൻ കുത്തിവെച്ചുകൊണ്ട് അവരെ അതിൽ അടിമകളാക്കി നിർത്തിക്കൊണ്ട് അവരെ ആ അടിമകളെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാം എന്നുള്ള രീതി വരുമ്പോൾ ഇവരെയൊക്കെ പിന്നീട് നമ്മൾ കാണുന്നത് സിറിയയിലും അല്ലെങ്കിൽ സ്വയം പൊട്ടിത്തെറിക്കുന്ന ചാവേറുകളായും ഒക്കെയാണ്. പക്ഷേ ഹിന്ദുമതത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്ത് തന്നെയാലും മറ്റൊരു കാര്യം കൂടി പറയാം. അതായത് ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളായാലും അയാളെ നിർബന്ധിച്ച് മറ്റൊരു മതത്തിലേക്ക് ചേർക്കുന്നതോ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നതോ ശരിയല്ല. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടി നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുന്നു.